മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മൾ ഒന്ന് രണ്ട് തവണ പറഞ്ഞു പോയെങ്കിലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയില്ല, അതിനുള്ള സമയവുമില്ല. എങ്കിലും ചുരുക്കി, പെൻഷൻ കമ്പനിയുടെ കാര്യത്തിൽ പെൻഷൻ കമ്പനിയും കിഫ്ബിയും ഒക്കെ സംസ്ഥാനത്തിന്റെ കടമാക്കി സംസ്ഥാനത്തെ ഞെരുക്കാനുള്ള കേന്ദ്ര തീരുമാനം അതിൽ തുടർച്ചയാകുമ്പോഴാണ് രാജ്യ തലസ്ഥാനത്ത് പോയി കേരളം സമരം ചെയ്യുന്നത്. അവിടെ ഇന്ത്യയിലാകമാനമുള്ള പ്രതിപക്ഷ നേതാക്കൾ LDF സർക്കാരിനൊപ്പം കേരള സർക്കാരിനൊപ്പം അണിനിരന്നു. കേരളത്തിലെ പ്രതിപക്ഷം ഒഴികെ അവരാണ് ഇപ്പോൾ പെൻഷന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇത്തരം സമീപനം സ്വീകരിക്കുന്നത്. ശ്രീ M ജയചന്ദ്രൻ. പിന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-നാണ് ഡൽഹിയിലെ സമരം നടക്കുന്നത്. അപ്പോൾ ഇത് ഈ പെൻഷൻ കമ്പനി ഉണ്ടാക്കിയപ്പോൾ സർക്കാർ ആ പെൻഷൻ കമ്പനിയിൽ നിന്ന് പിന്നെ കടമെടുക്കുന്നു, സർക്കാർ തിരിച്ചടയ്ക്കുന്നു. അതായിരുന്നു വ്യവസ്ഥ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് കേന്ദ്രം ഇടപെട്ടിട്ട് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിലേക്ക് ഉൾപ്പെടുത്തും. എന്ത് കാര്യത്തിന്? അത് പെൻഷൻ കമ്പനിക്ക് ഒരു ബാധ്യത ഉണ്ടാക്കുന്നില്ല, സർക്കാരിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കുന്നില്ല. സുഗമമായി പോയിരുന്നിടത്താണ് തടസ്സപ്പെടുത്തി ബോധപൂർവം പലതരത്തിലുള്ള ശ്വാസം മുട്ടിക്കലാണല്ലോ. അങ്ങനെ ശ്വാസം മുട്ടിച്ചു. പ്രതിപക്ഷം ഒന്നും പറഞ്ഞില്ല, കൈയടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിന്. അതാണ് ചെയ്തത്. പിന്നെ ഒറ്റ കാര്യമാണ് ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. പിന്നെ വസന്ത, ഈ അടിയന്തര പ്രമേയം നിങ്ങൾ അവതരിപ്പിച്ചോ എന്നാണല്ലോ ചോദിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരടിയന്തര പ്രമേയത്തിന് അനുമതി തരില്ല. നോട്ടീസ് അവതരിപ്പിക്കാൻ പോയി അനുമതി തരില്ലായിരുന്നു അന്ന്. അറിയില്ലേ? നോക്കിയാൽ മതി, അന്വേഷിച്ചാൽ മതി. അതേസമയം ഈ 1-2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്താണ് അടിയന്തര പ്രമേയങ്ങളുടെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഉണ്ടായത്? അത് ഗവൺമെൻറ് അനുവദിക്കുകയാണ്. ജനാധിപത്യപരമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് വസന്ത. അതില്ലാത്തത് കൊണ്ടാണ് UDF-ൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത്. അത് ഉള്ളത് കൊണ്ടാണ് പിണറായി സർക്കാർ അത് നിഷേധിക്കാതെ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോഴാണ് ഈ പിന്നെ മുമ്പേ നമ്മളെല്ലാവരും ചർച്ച ചെയ്തു പോകുന്ന ചട്ടം 300 ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, അതിനാണല്ലോ ചട്ടം 300 അവതരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ സഭാ നേതാവ് അവതരിപ്പിക്കുന്നത്. അതാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വിവരങ്ങളും അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്, രണ്ടാമത്തെ വിഷയമായിട്ട് തന്നെ എടുത്ത സംഗതിയാണ് ഈ പെൻഷൻ കാര്യം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അപ്പോൾ അത് തടസ്സപ്പെടുത്തുന്നതിന് പകരം പിന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന എന്താണെന്ന് ജനങ്ങൾ ഇപ്പോഴേ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ചർച്ച നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് LDF-നെ സംബന്ധിച്ചോളം വളരെ ഗുണകരമായ കാര്യമാണ്. ജനങ്ങളത് കൂടുതൽ മനസ്സിലാക്കുകയാണ് എന്താണ് ഈ സംഭവം എന്നുള്ളത്.